بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മതത്തോടൊപ്പം മതനിഷേധവും യുക്തിവാദവും സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അതിപ്രസരത്തിലാണ് നാം ഏവരും സന്നിഹിതരായിട്ടുള്ളത്. മതനിയമങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പുച്ഛഭാവത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മളിൽ വളർന്നു വരുന്നു എന്നതൊരു സത്യമാണ്. സാന്ദർഭികമായും ഉലുഹിയ്യത്തിൻ്റെ കാര്യങ്ങളിൽ അത്തരം ആളുകൾക്ക് പുതിയ ജൽപ്പനങ്ങൾ സ്വാഭാവികമാണ്. യുക്തി കൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടി ഉലുഹിയ്യത്ത് കർമ്മത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അവർ നേരത്തെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ മഹത്തായ കർമ്മം സത്യവിശ്വാസികൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഈ സാഹചര്യം, എന്തുകൊണ്ടും ഈ സന്ദർഭത്തിൽ ഉലുഹിയ്യത്ത് മൃഗസ്നേഹ വിരുദ്ധമല്ല എന്ന ഇസ്ലാമിൻ്റെ തത്വത്തെ നാം ചർച്ച ചെയ്യൽ അനിവാര്യമാണ് എന്ന് തോന്നുകയാണ്. ലോകത്ത് മതങ്ങൾ നിരവധി ഉണ്ട്. അതുപോലെ ആചാരങ്ങളും. ചില ആചാരങ്ങൾ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അത് വല്ലാതെ വ്യത്യസ്തത പുലർത്തുന്നതായി കാണാൻ കഴിയും. കാരണം മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ബുദ്ധി ആ ആചാരങ്ങളുടെ ന്യായീകരണത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം ലളിതമാണ്, ബുദ്ധിയുള്ള, ആരും അംഗീകരിച്ചു പോകുന്ന രീതികൾ മാത്രമുള്ള മതമാണ്. അടിസ്ഥാനപരമായി മതം പഠിപ്പിച്ച തത്വങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധി തന്നെ ഉപയോഗിക്കണമെന്ന് വെല്ലുവിളിച്ചിട്ടുള്ള മതം കൂടിയാണ് ഇസ്ലാം. ആ വെല്ലുവിളി ഇന്നും എന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ വെല്ലുവിളിയെ തിരുത്താൻ ബുദ്ധിയുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ്. ചിന്തയാണ് വിശ്വാസശക്തിക്ക് കൂടുതൽ ആവശ്യമെന്ന് ഉദ്ഘോഷിക്കുന്ന മതമാണ് ഇസ്ലാം. അദൃശ്യമായവ വിശ്വസിക്കണം. യുഅ്മിനൂന ബിൽ ഗൈബ്, അതാണ് മുഅ്മിനിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ മതം എങ്കിൽ മതത്തിലെ അടിസ്ഥാന വിശ്വാസത്തെ അരക്കെട്ടുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലെ ആചാരങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന സാരം. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. വിശ്വാസം, ഈമാൻ ദൃഢമാണ് എങ്കിൽ പിന്നെ ആചാരങ്ങളിൽ ശങ്കിക്കേണ്ടതില്ല. ഈമാൻ ഉള്ളിൽ ഇല്ലാതെ വരുമ്പോഴാണ് ആചാരങ്ങളിലെ ശങ്കകൾ ഇവിടെ ഉടലെടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉലുഹിയ്യത്ത് മൃഗസ്നേഹ വിരുദ്ധമല്ല എന്ന വളരെ പ്രശസ്തമായ പ്രമേയം ചർച്ചയാകേണ്ടത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്റെ നിത്യ ആവശ്യങ്ങളിൽ ഒന്നാണ് മാംസം കഴിക്കുക എന്നത്. ആരോഗ്യപരമായി അത് ആവശ്യമുള്ള കാര്യമാണ്. മാംസ ആഹാരത്തെ എതിർക്കുന്നവനും അവന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ഒരു ചികിത്സയുടെ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ മാംസം കഴിക്കേണ്ടി വരുന്നു. കാരണം ശരീരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മാംസം കഴിക്കൽ എന്നുള്ളത്. അത് തടയാൻ ആർക്കും കഴിയില്ല. അതൊരു മനുഷ്യന്റെ ജന്മ അവകാശമാണ്. അത് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സസ്യ ആഹാരങ്ങൾ മാത്രം കഴിക്കുന്ന പശു, പോത്ത് പോലെയുള്ള മൃഗങ്ങളുടെ പല്ലുകൾ പരിശോധിച്ചു നോക്കൂ. മുഴുവൻ പല്ലുകളും പരന്നതാണ്. മാംസാഹാരം കഴിക്കുന്ന മൃഗങ്ങളുടെ പല്ലുകൾ നോക്കൂ, അത് കൂർത്തതാണ്. മനുഷ്യന്റെ വായക്കകത്ത് ഇത് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൂർത്ത പല്ലുകൾ കൊണ്ട് മാംസം മുറിച്ചെടുക്കുന്നു, ഒരു മാംസബുക്കിനെ പോലെ. അതിനുവേണ്ടി ഉപയോഗിക്കാനും അത് ദഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിനെ മുറിച്ചെടുക്കാനും കഴിയുന്ന ഒരു കഴിവ് ആ പല്ലിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ വായിൽ മാംസാഹാരം കഴിക്കാനുള്ള പല്ല് ജന്മനാലുണ്ട്. മാംസാഹാരത്തെ നിഷേധിക്കുന്നവന്റെ വായിലും ഉണ്ട്. സസ്യാഹാരം മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നു. അവരുടെ വായിലും സസ്യാഹാരം കഴിക്കാനുള്ള പരന്ന പല്ലുമുണ്ട്. മിശ്രഭോജിയായ മനുഷ്യൻ അവൻ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കട്ടെ എന്നത് അള്ളാന്റെ തീരുമാന. അങ്ങനെ വരുമ്പോൾ ഇറച്ചിയെ നിഷേധിക്കുന്നവർ, ഇറച്ചി ആഹാരത്തെ നിഷേധിക്കുന്നവർ ഉലുഹിയ്യത്തിനെ തള്ളാനും സാധ്യതയുണ്ട്. ഈ ഒരു ദിഷണാപരമായ
ഒരു ചർച്ചയിലൂടെ തന്നെ ഈ വിഷയത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹുവിന്റെ മതം, അള്ളാഹുവിന്റെ ദീന് ഒരിക്കലും ഉലുഹിയത്ത് കർമ്മത്തിലൂടെ മൃഗസ്നേഹത്തിന് വിരുദ്ധമായി വരുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനെയും അവന്റെ ആവാസ വ്യവസ്ഥയെയും ബഹുമാനിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. നാം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാട് വൃത്തിയാവണം, നമ്മുടെ ചുറ്റുപാട് നമ്മളാൽ സ്നേഹം കൊണ്ട് നിറയണം. ഈ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി ഒന്നുകൂടി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹയുമായുള്ള ചില പിണക്കങ്ങൾ ആ പൂച്ചക്കുട്ടിക്ക് പതിവായിരുന്നു. ഐഷ ബീവിയോട് പിണങ്ങിയാൽ ആ പൂച്ച ഐഷ ബീവിയുടെ സമീപത്തേക്ക് പോവില്ല. അത് ചരിത്രമാണ്. ഹബീബായ നബിയോട് ഓരം പറ്റി ഇങ്ങനെ കൂടുതൽ സമയം ആ പൂച്ച ചെലവഴിക്കുന്നതിൽ നിന്നും ആ പൂച്ചയുടെ വിവേകത്തെ മനസ്സിലാക്കുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐഷ ബീവി സമയത്തിന് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ, അല്ലെങ്കിൽ പൂച്ചയോട് കാണിക്കേണ്ട സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ പൂച്ച പിണങ്ങി മാറും. ഒരു പ്രവാചക കുടുംബത്തിൽ പോലും മൃഗസ്നേഹത്തിന് ഇത്രയും, എന്തിനേറെ ഒരു സ്വഹാബിയുടെ പേര് ഉമൈർ എന്ന് പറഞ്ഞാൽ ആ സ്വഹാബിയെ ആരും അറിയില്ല. ആ സ്വഹാബിയുടെ പേരിന്റെ കൂടെ ഉമൈർ എന്ന് പറഞ്ഞു, പിതാവിന്റെ പേര് പറഞ്ഞു, ആരും അറിയില്ല. പക്ഷെ ആ സ്വഹാബിയുടെ ഒരു ഹോബി ആയിരുന്നു പൂച്ചക്കുഞ്ഞിനെ അങ്ങനെ താലോലിച്ചു കൊണ്ടെടുക്കാം. ആ സ്വഹാബി അങ്ങനെ കൊണ്ടെടുക്കണ കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ ഓമനിച്ച് വിളിച്ചു പൂച്ചക്കുഞ്ഞിന്റെ പിതാവ് എന്ന്. ആ പൂച്ചക്കുഞ്ഞിന്റെ പിതാവ് എന്ന സ്വഹാബിയെ വിളിച്ചത് ഹദീസുകൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ സനദിന്റെ ഏറ്റവും അങ്ങേ തലക്കിൽ മുത്തുനബിയോട് ചേർന്ന് ഇനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രയോഗം പറയുന്നതിന് മുന്നേ പൂച്ചക്കുഞ്ഞിന്റെ പിതാവ് എന്ന് റസൂലുള്ളാഹി ഓമനിച്ച് വിളിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് പറഞ്ഞിട്ടേ പറയൂ. ആ പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ രീതിയിലാണ് ഇസ്ലാം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ, അതിനോടനുബന്ധമായി വരുന്ന മൃഗസഹവസത്തെ, പശുവിനെ കറക്കുന്നവന്റെ കൈ നഖത്തെ കൃത്യമായി അതിനെ വെട്ടി വൃത്തിയാക്കണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളിടത്താണ് മൃഗസ്നേഹത്തിന്റെ വൈരുദ്ധ്യമായ നിരയിലല്ല ഉദുഹിയത്ത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും സമർത്ഥിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നു. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ ഖുർആൻ ആദരിക്കുന്നത് കണ്ടു. ഭൂമിയിൽ വന്ന മനുഷ്യനെയും അവന്റെ ചുറ്റുപാടിനെയും കുറിച്ച് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്രി ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ആയത്തുകൾ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ഭൂമിയിൽ വന്ന മനുഷ്യനെ അല്ലാഹു ആദരിച്ചു, അവന്റെ ചുറ്റുപാടുകൾ അല്ലാഹു വന്ദിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്ർ വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്. അവന്റെ ചുറ്റുപാടുകളിലെ സഞ്ചാരമാർഗങ്ങൾ, അവന്റെ അനുഭവങ്ങൾ, ഇതിലെല്ലാം നന്മ ഉണ്ടാവണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായിട്ടുണ്ട്, റബ്ബിന്റെ നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. അവന്റെ ചുറ്റുപാടുകളിൽ അള്ളാഹു ഇടപെടുകയാണ്. എത്രത്തോളം ഒരു പ്രഭാതത്തിന്റെ പുലരിയിൽ പുറത്തേക്കിറങ്ങി വന്നപ്പോ ആകാശത്തിന്റെ നീലമയിലെ വട്ടമിട്ട് പറക്കുന്ന ആ പക്ഷിക്കൂട്ടങ്ങളെ കണ്ടപ്പോ, അതിന്റെ നിരനിരയായുള്ള ചിറക് വിടർത്തിയുള്ള മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ അതിലും ഒരു ഇലാഹി സ്പർശത്തെ ചിന്തിക്കാൻ മനുഷ്യൻ അല്ലാഹു വകവെക്കുകയാണ്. മഴയും വെള്ളവും വെള്ളപ്പാച്ചിലും ഒക്കെ ഉള്ളപ്പോൾ പരിസരങ്ങളിലെ കുളങ്ങളും തോടുകളും സജീവമാകുമ്പോൾ കളകളാരവത്തോടൊപ്പം തന്നെ കളകൂചനങ്ങളുമായി കുഞ്ഞാറ്റക്കുരുവികൾ കൊക്കുരുമുന്ന കാഴ്ച കാണുമ്പോഴും മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു എന്ന് പറയുന്ന വലിയ അനുഭവത്തെ ബോധ്യപ്പെടുത്തി തരാണ്. അവിടെയെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഒരു ജീവവർഗമാണ് അവർ എന്ന് ബോധ്യപ്പെടുത്താം. പക്ഷി മൃഗാദികളുടെ സമൂഹത്തെക്കുറിച്ചുള്ള ചർച്ച പറയുന്ന ഗ്രന്ഥത്തിന്റെ വരികളായി പറയുന്നത്. പിന്നെ എങ്ങനെ ഈ മതം മൃഗത്തെ സ്നേഹിക്കുന്നതിന് വിരുദ്ധമായി നിൽക്കുന്നു? പരിശുദ്ധ ഖുർആന്റെ വാക്കുകൾ നോക്കൂ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് വലാ ത്വാഇരി യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫറത്നാ ഫിൽ കിതാബ്. അല്ലാഹു പറയുന്നു, നിങ്ങൾ കാണുന്ന ഈ സസ്യലതാദികൾ, നിങ്ങൾ കാണുന്ന മൃഗക്കൂട്ടങ്ങൾ, പറന്നു പോകുന്ന പക്ഷിപ്പറവകൾ,
നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരു വർഗമാണെന്ന് ഖുർആൻ. അവിടെ ഉണ്ട് ഒരു കുടുംബം, ചെങ്ങാലി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ചെങ്ങാറിയൻ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അല്ലേ? കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടു ഒരു ജീവി ഉണ്ടല്ലോ, അതിന്റെ ഒരു ശബ്ദം എവിടെയും ആ ഒരു തരംഗം കേട്ടാൽ ചിറക് തന്നെ വിടരും കോഴിയുടേത്. ചിറകിന്റെ അടിയിൽ പിന്നെ അഭയം. ഒരു 10-12 കോഴിക്കുഞ്ഞുണ്ടെങ്കിലും അതവിടെ കേറിയിരിക്കും. അത്രത്തോളം അതിന് ഒരു കണ്ണാടി സൗകര്യം ഒന്നുമില്ല, എല്ലാം അതിൻ്റെ അകത്ത് കയറിയെന്നുള്ളത്. ആ തള്ളയുടെ ശ്രദ്ധയിൽ ആ കുഞ്ഞിന് ചിറകിന്റെ അടിയിൽ അഭയം കൊടുക്കാനുള്ള വ്യാപ്തിക്ക് വേണ്ടി അത് കൃത്യമായി വിടർത്തി വെക്കുന്ന ഒരു വിവേകം. നിങ്ങളെപ്പോലെ ഒരു കുടുംബം, നിങ്ങളെപ്പോലെ ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുണ്ട്. കാട്ടിലെ മൃഗങ്ങളുടെ രാജാവാണ് സിംഹം എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കണ്ടെത്തലിന് പിന്നിലുള്ള പ്രചോദനം കുടുംബജീവിതം കൃത്യമായി പുലർത്തുന്ന ഒരു വർഗമാണ് സിംഹം. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ അങ്ങനെ പലരിലും പല ജീവികളിലും ഉണ്ടെന്ന് പറയാണ് ഖുർആൻ. മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് പറയാൻ ഈ ഗ്രന്ഥം വരികൾ നിരത്തിയ പോലെ എത്രത്തോളം അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിലെ 8 അധ്യായങ്ങളുടെ പേര് യുക്തിവാദി പഠിക്കട്ടെ. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 8 അധ്യായം ഫാത്തിഹ കഴിഞ്ഞു, ആദ്യത്തെ അധ്യായം. പിന്നെ സൂറത്തുൽ ബഖറ പശുക്കുട്ടി, സൂറത്തുൽ അൻആം ആട് മാട് ഒട്ടകം, സൂറത്തുൽ നഹ്ല് തേനീച്ച, സൂറത്തുൽ നംല് ഉറുമ്പ്, സൂറത്തുൽ അൻകബൂത്ത് ചിലന്തി, സൂറത്തുൽ ഇൻസാൻ മനുഷ്യൻ, സൂറത്തുൽ ആദിയാത്ത് കുതിരകൾ, സൂറത്തുൽ ഫീൽ ആന. ഖുർആനിലെ അധ്യായങ്ങളാണ്. ഈ രീതിയിലാണ് ഖുർആൻ നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ചുറ്റുപാടിലെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അവതരിപ്പിക്കുന്നത്. ജന്തുലോകത്തിന്റെ നന്മ അംഗീകരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യന്റെ ഗുരുനാഥനാണ് പക്ഷി എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനുണ്ടോ? ഉണ്ട്. ഖാബീല് ഹാബീലിനെ കൊന്നു. മയ്യത്ത് എങ്ങനെ മറവ് ചെയ്യണം? ഒരു കൊല്ലം ആ മയ്യത്ത് ചുമലിൽ ചുമന്നുകൊണ്ട് നടന്നു. ഇതറിയാതെ ഒരു കൊല്ലം ഒരു മയ്യത്ത് ചുമലിൽ ചുമന്നുകൊണ്ട് നടന്നു. സൂറത്തുൽ അഅറാഫിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഇബ്ലീസ് കാണിച്ചു കൊടുത്തു, പക്ഷെ മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തില്ല. എന്തുകൊണ്ട്? മറവ് ചെയ്യൽ പുണ്യമാണ്, ഫർദ് കിഫയാണ്, അമലാണ്. അമൽ ഇബ്ലീസ് പഠിപ്പിക്കൂല, നന്മയിൽ സഹായിക്കില്ല. എന്നാൽ കൊല്ലൽ എന്ന് പറയുന്ന പാതകത്തിൽ ഇബ്ലീസ് സഹായിച്ചു. ഒരു കൊല്ലം ചുമലിലേറ്റി നടന്ന ഘാതകന്റെ തോള് മരവിച്ചു. ആ ഒരു കൊല്ലം ഹജ്ജിന് പോയ ആദം നബി തിരിച്ചു വന്നിട്ടില്ല. പിതാവ് വന്നാൽ എന്താകും എന്നുള്ളത് ഒരു വലിയ ഒരു ഭയത്തിന്റെ അഗ്നിപർവ്വതമായി കാബീലിന്റെ ഹൃത്തടത്തിൽ തളം കെട്ടി നിൽക്കാൻ ഏത് സമയവും പൊട്ടിത്തകരും. പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിൽ എങ്ങനെ മുഖം കാണിക്കും? അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആലോചിച്ചു നോക്കണം. കാബീലിന്റെ യോഗ്യതയെ കാബീൽ കണ്ടത് കാബീൽ വെളുത്തവൻ, സ്വർഗത്തിന്റെ കുട്ടിയെന്ന. ഈ കൊലപാതകത്തിന് ശേഷം കാബീലിന്റെ മുഖം കറുത്തുപോയെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ രൂപമൊക്കെ മാറി. ഈ മയ്യത്ത് ചുമലില. ഇനി ഇത് മറവ് ചെയ്യാൻ ഒരു പക്ഷി ഇടപെട്ടു എന്ന യാഥാർത്ഥ്യത്തെ ചരിത്രമായി തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി. സഹോദരനെ കൊല്ലണമെന്നത് പ്രചോദനവും പ്രേരണയും ആവേശവുമായി വന്നു ഖാബീലിന്. കൊലപാതകം നടന്നു. ഫഖതലഹു, കൊല നടന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. നേരം പുലർച്ചെ തന്നെ അവൻ ഒരു പരാജയത്തിന്റെ അടയാളം പേറിയവനായി. ഫബഅസല്ലാഹു ഖുറാബ. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലാഹു ഇത് മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഒരു കാക്കയെ പറഞ്ഞയച്ചു. യബ്ഹസു ഫിൽ അർദ്. ആ കാക്ക വന്നതിന്റെ കൂർത്ത ചുണ്ടുകൾ കൊണ്ട് മണ്ണിൽ ഉരസി ഒരു കുഴിയെടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു ചത്ത പക്ഷിയെ, ഒരു കാക്കയെ കുഴിച്ചിടുന്നത് കാണിച്ചു കൊടുത്തു. ലിയുരിയഹു കൈഫ യുവാരി സൗഅതഹി. ഖാല യാ വൈലതാ
അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബ്. മനുഷ്യന്റെ ബലഹീനത ബോധ്യപ്പെട്ടു പോകുന്ന രംഗമെന്ന് ഖാബീൽ സമ്മതിച്ചുപോയി. ഗുരുനാഥനായൊരു പക്ഷി ആദരിച്ചതല്ലേ? ജന്തുലോകത്തിന്റെ നന്മകൾ ഖുർആൻ മനുഷ്യനെ പാഠമാക്കി. ജനാസ സംസ്കരണം പോലും മനുഷ്യൻ പഠിച്ചത് ഒരു കാക്കയിൽ നിന്നും എന്ന് പരിശുദ്ധ ഖുർആൻ. സ്നേഹിക്കാം, മൃഗങ്ങളെ സ്നേഹിക്കാണ്. വേട്ടനായയുടെ കായിക ജ്ഞാനത്തെ ഖുർആൻ ഒരു അധ്യായത്തിന്റെ ഒരു പ്രധാന ചർച്ചയാക്കി. വേട്ടനായ, ആ വേട്ടനായയുടെ, അത് നായയായിരുന്നിട്ട് പോലും അതിന്റെ ജ്ഞാനത്തെ അള്ളാഹുവിന്റെ ഖുർആൻ മാനിച്ചു. യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാത് വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീൻ تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه. വേട്ടമൃഗത്തെ ഉപയോഗിച്ച് വേട്ടയാടി കൊണ്ടുവരപ്പെടുന്നു. വേട്ടനായ പിടിച്ചുകൊണ്ടുവരുന്നതിനെ ഭക്ഷിക്കാമെന്ന നിയമം ഫിഖ്ഹിന്റെ മസല അവിടെ ചർച്ചയാകാം ഈ ആയത്ത് മുഖേന. അപ്പോൾ വേട്ടനായയുടെ കായിക ജ്ഞാനം പോലും സജ്ജനങ്ങളോട് സമ്പർക്കമുണ്ടായത് നായയായിരുന്നു. നായ ചർച്ചയാണ് ഖുർആനിൽ. നായയായിരുന്നിട്ടും അത് സ്വർഗത്തിൽ. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ കൂടിയ ആ നായ സ്വർഗത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ മുമ്പും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആകാശാരോഹണത്തിന്റെ ശേഷവും ദിക്കിയാനൂസ് എന്ന് പറയുന്ന രാജാവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജീവിതത്തിൽ പല ത്യാഗങ്ങളും അനുഭവിച്ച മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്ന ജോർദാൻ ഈ നായയുടെ കഥയും അതോടൊപ്പം ലോകത്ത് ചരിത്രമായി അസ്ഹാബുൽ കഹ്ഫിന്റെ ബറക്കത്ത് മുഖേനയാണ് ഈ നായ ലോകത്ത് ചർച്ചയായത് എന്ന് ഇബ്നു തീമിയയുടെ പ്രധാന ശിഷ്യൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി സൂറത്തുൽ കഹ്ഫിൽ കുറിക്കുന്നതായി കാണാം. ആലോചിച്ചു നോക്കണം. നായ കാവലിരുന്നു. അത് ഗുഹയുടെ വെളിയിൽ ആചാര അനുഷ്ഠാന പ്രകാരം നായയെ അകത്ത് കയറ്റിയില്ല, പുറത്തായിരുത്തിയത്. എന്തുകൊണ്ട്? ഇബ്നു കസീർ തന്നെ പറയുന്നുണ്ട്, ലി അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബ്. നായ ഉള്ള വീട്ടിൽ മലക്ക് കയറൂല. അത് അള്ളാഹു അങ്ങനെ ആ സിസ്റ്റം വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, അടിസ്ഥാനപരമായി മതവിശ്വാസങ്ങളെ ഉള്ളിൽ കയറിയ ആൾക്ക് ആചാരങ്ങളോട് മുഖം തിരിക്കാൻ കഴിയില്ല. യുക്തിവാദം കൊണ്ട് മതത്തെ ന്യായീകരിക്കാൻ വരുന്ന അല്പജ്ഞാനിയോട് പറയാം, അള്ളാഹുവിന്റെ ദീനിൽ പരിഷ്കാരങ്ങളില്ല, ഇത് പാരമ്പര്യ. ഈ ഹദീസ് ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ നിന്നാണ്. അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ കാലത്തും നായ പുറത്താണ്. അങ്ങനെയാ ഖുർആൻ പറഞ്ഞത്, നായ പുറത്ത്. നായ വേട്ട ആവശ്യത്തിനും കാവൽ നിൽക്കാനും പോലെയുള്ള കാര്യങ്ങൾക്കല്ലാതെ നായയെ കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു ഇസ്ലാമികമായ ശൈലിയല്ല. ഇന്നത്തെ പരിഷ്കാരങ്ങൾ മുഴുവനും. ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിൽ നായ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് സങ്കടത്തോടുകൂടി ആ കുടുംബത്തിലെ മക്കൾ, തൃശ്ശൂർ ജില്ലയിലാണ്, ഇവിടെയല്ല, എന്നെ വിളിച്ചങ്ങനെ സങ്കടം പറയാം. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. നായയായിരുന്നിട്ട് പോലും സ്വർഗപ്രവേശം, മഹാന്മാരോടുകൂടെയുള്ള സഹവാസം അള്ളാഹു കൊടുത്തു എന്നത് കഥയായി അല്ലെങ്കിൽ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമായി ഖുർആൻ ഉദ്ധരിക്കുമ്പോൾ, ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുമ്പോ ഈ മതം എവിടെ വരെ പിടിച്ചു നിർത്തി? മൃഗസ്നേഹത്തിൽ എവിടെ നിൽക്കുന്നു? ആടുമേക്കാത്ത ഒരാൾ പോലും പ്രവാചകനായി വന്നിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിക്ക് കലീം എന്ന പദവി കിട്ടിയത് പോലും ഒരു ആട്ടിൻകുട്ടി മേയാൻ പോയോടത്ത് ഒറ്റപ്പെട്ടതിനെ സങ്കടം തോന്നി മഹാനവറുകൾ മടിത്തട്ടിലേക്ക് ചേർത്ത് പിടിച്ച് താലോലിച്ച് തലോടിയതിന്റെ പേരിലാണെന്ന് മഹാനായ ഇമാം ഇസ്മാഇൽ അൽ ബഹഖ് അൽ ബറൂസവി തന്റെ റൂഹുൽ ബയാനിൽ ഖുർആൻ വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്.
ചേർത്ത് പിടിച്ചു. ജന്തുലോകത്തിന്റെ സർവ്വഭാഷകളും പഠിച്ച ഒരു പ്രവാചകനെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ ഖുർആൻ. ജന്തുലോകത്തിന്റെ ഭാഷ അങ്ങനുണ്ടോ? ഉണ്ടെന്നല്ലേ നമുക്ക് തോന്നാം, ഉണ്ടെന്നല്ലേ. കരിയിലകളുടെ ഇടയിലൂടെ ഒരു പാമ്പഴഞ്ഞു പോകുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു അണ്ണാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിളി, വേണ്ട ഒരു കോഴി പെട്ടെന്ന് സിഗ്നൽ കൊടുക്കും, എന്തോ ഒരു അപകടത്തിന്റെ സിഗ്നൽ. അങ്ങനെ ഒന്നില്ലേ ജന്തുലോകത്തിന്റെ ഭാഷ. മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം ഹത്താ ഇദാ അതു അലാ വാദിൻ قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. ഉറുമ്പ് വിളിച്ചു പറയാ, സുലൈമാൻ നബിയുടെ പട്ടാളത്തിന്റെ കാൽ ചിലമ്പുകൾ കേൾക്കാൻ കഴിയുന്നു, അതുകൊണ്ട് മാളങ്ങളിൽ അഭയം പ്രാപിച്ചോ. മുന്നിൽ നിന്ന് നയിക്കുന്ന ഉറുമ്പ് പിന്നോട്ട് തിരിഞ്ഞെന്ന് വിളിച്ചു പറയാ. ചെറിയ ശബ്ദത്തെ പോലും കേട്ടു സയ്യിദുനാ സുലൈമാൻ. കുറച്ച് റെസ്പെക്റ്റ് ആയിക്കോട്ടെ സയ്യിദുനാ സുലൈമാൻ. ഒന്നുകൂടി സയ്യിദുനാ സുലൈമാൻ. ആ ചെറിയ ശബ്ദത്തെ ആർക്കും അറിയാത്ത വ്യംഗ്യമായ ഭാഷയെ തിരിച്ചറിഞ്ഞു. ഫതബസ്സമ ലാഹികാ. സുലൈമാൻ നബി ചിരിച്ചുപോയി. സുലൈമാൻ നബി ചവിട്ടില്ല. എന്തുകൊണ്ട്? എല്ലാ നബിമാരും റഹ്മത്തിൽ നിന്നും പടക്കപ്പെട്ടു. എന്നാൽ ഐനുർ റഹ്മ സയ്യിദുനാ റസൂലുള്ളാഹി ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഈ കരുണയുടെ ബോധം എല്ലാ നബിമാരിലുമുണ്ട്. അറിഞ്ഞുകൊണ്ടവർ ഉറുമ്പിൽ ചവിട്ടില്ല. അത് ഉറുമ്പിനെ അറിയാത്തത് കൊണ്ട് വിളിച്ചു പറഞ്ഞതാ. ആ ചെറിയ ശബ്ദത്തെ ഗൗരവമായി കണ്ടു സയ്യിദുനാ സുലൈമാൻ. ചിരിച്ചുപോയി. ഇതെനിക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ. മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അവിടെ നിന്നുകൊണ്ടൊരു ദുആ സയ്യിദുനാ സുലൈമാൻ. അല്ലാഹുവേ, എനിക്കും എൻ്റെ ഉപ്പാക്കും എൻ്റെ കുടുംബത്തിനും നീ ചെയ്ത നിഅമത്ത് എത്രയാ. ഒരു ഉറുമ്പിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് കഴിഞ്ഞത് അനുഗ്രഹമല്ലേ അല്ലാ. ഇത് ഓർക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതീ അൻഅംത അലയ്യ. ചിന്തിച്ചു നോക്കണേ. ഇതേ സുലൈമാൻ നബിയുടെ കൂട്ടുകാരനായിരുന്ന ഒരു മരംകൊത്തി പക്ഷി. മരംകൊത്തി തൊപ്പി ഉണ്ടായിരുന്നില്ല, അതിന് തൊപ്പിയില്ലെന്ന്. മരംകൊത്തിയെ കണ്ടിട്ടില്ലേ? അതിന് തൊപ്പിയുണ്ടല്ലോ. സുലൈമാൻ നബി ആദരിച്ചു കൊടുത്തത് അത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ആ കാലഘട്ടം വരെ തൊപ്പിയില്ല. തൊപ്പി എന്ന് പറഞ്ഞ അതിന്റെ ശിരസിന്റെ മുകളിൽ. തഫ്സീറുകൾ നോക്കൂ. സുലൈമാൻ നബിയുടെ കൈത്തണ്ടിൽ വന്നിരുന്നു കൊണ്ട് ശബ്ദിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അതിന്റെ ചിൽ ചിൽ ശബ്ദത്തിന് പോലും സുലൈമാൻ നബി ഭാഷയുടെ അർത്ഥം കണ്ടിരുന്നു. എവിടെയോ പോയി സബ് നാട്ടിലേക്കെന്ന സബ് നാട്ടിന്റെ രഹസ്യം അറിയാൻ സുലൈമാൻ നബിയുടെ ദൂതനായ അനുവാദം കൂടാതെ പോയി. ഹുദ്ഹുദ മരംകൊത്തി കാത്തിരുന്നു. കാണാൻ നേരം വൈകിയപ്പോൾ പറഞ്ഞുപോയി, ഞാൻ നിന്നെ കൊന്നുകളയുമടാ, നേരത്തെ വന്നില്ലേ? വരാൻ വൈകിയതിൽ നിന്നോട് എനിക്ക് ശകാരമുണ്ടടാ, ഞാൻ നിന്നെ കൊന്നുകളയും. ഹുദ്ഹുദ ഞാനും പറഞ്ഞു, രാജ്യത്തിന്റെ പരമമായ രഹസ്യം അന്വേഷിക്കാൻ ഞാൻ പോയതാണ് നബിയെ. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. എന്റെ യൗവനമേ, ന്യായങ്ങൾ കൊണ്ടും യുക്തി കൊണ്ടും മതത്തെ വ്യാഖ്യാനിക്കാൻ വരല്ലേ.
അത്തരം അബദ്ധ ജടിലവാദങ്ങളും ജൽപ്പനങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ സജീവമാണ്. എന്തിനാടോ മതം, എന്തിനാടോ ഈ ന്യായം? ഇല്ല മൂമിനെ, നമുക്കൊരു പാരമ്പര്യമുണ്ട്. പിതാക്കൾ കാണിച്ചു തന്ന ഏതെങ്കിലും ഒരു പൊട്ടത്തരത്തിന്റെ പിന്നാലെ കൂടിയതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ചത് ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ഖുർആൻ എളുപ്പമായെന്ന വലഖദ് യസ്സർനൽ ഖുർആന ലിൽലിക്കും ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കുന്നവർക്ക് സ്വാഗതം പറഞ്ഞ ഖുർആൻ, അത്രത്തോളം ചിന്തയെ പ്രോത്സാഹിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. I could not find a single error in Quran. I had to stop and ask myself. പരിശുദ്ധമായ ഖുർആനിന്റെ വളരെ ചിന്തനീയമായ തത്വങ്ങളെ പഠിച്ചിട്ട് ലോകത്ത് വന്നുപോയ യുക്തിവാദികളിൽ പ്രമുഖൻ ചോദിച്ചതാണ്. ഞാൻ കുറെ കാലം ഇതെടുത്ത് വെച്ച് നോക്കിയിട്ട് ഇതിലൊരു ചെറിയ എറർ, ഒരു ന്യൂനത കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇഫ് എ മാൻ വാസ് ദ ഓഥർ ഓഫ് ദ ഖുർആൻ, ഒരു മനുഷ്യ നിർമ്മിത ഗ്രന്ഥമായിരുന്നു ഇത് എങ്കിൽ AD 7-ാം നൂറ്റാണ്ടിന്റെ സമാരംഭത്തിൽ ലോകാവസാനം വരെ ആർക്കും പൊളിക്കാൻ കഴിയാത്ത സൈദ്ധാന്തിക മണ്ഡലത്തിലൂടെ ഒരു മനുഷ്യനാവിന് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു? ഖുർആൻ, ബൈബിൾ ആൻഡ് ദ സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ മോറിസ് ബുക്കായി ചോദിക്കാം. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഈ മതത്തിലേക്ക് കടന്നു വന്നാൽ ധാരാളം സംഭവ ബഹുലമായ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ കഴിയും. ആചാരങ്ങളെ അനുഷ്ഠാന പദങ്ങളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരാനല്ല പറഞ്ഞത്. വിശ്വാസത്തെ നീ അരക്കിട്ടുറപ്പിച്ചോ, എന്നാൽ നിനക്ക് ആചാരങ്ങൾ സരളം ലളിതം എന്ന് പരിശുദ്ധ മതം പറയാം. മൃഗങ്ങളെ സ്നേഹിച്ച പ്രവാചകന്മാരുടെ ചരിത്രം. കുതിരയെ താലോലിച്ചിരുന്നു മഹാനായ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. കുതിരയെ എങ്ങനെ താലോലിച്ച് ആ കഥ ഖുർആൻ പറയുന്നുണ്ട്. മഹാനവരകള് പ്രദോഷത്തിൽ പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ സൂര്യൻ ചെഞ്ചായമണിയുന്ന നേരത്ത് അസ്തമയാഖില സൂര്യന്റെ അരുണകിരണങ്ങളെ സാക്ഷിയാക്കി ആ സായം സന്ധ്യയിൽ കുതിരയുടെ മേലെ മഹാനവരുകളുടെ ദൃഢമായ കൈത്തണ്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കാം. ഏതു തരം കുതിരയാണെന്നറിയോ? ജിയാദ് എന്ന് പറഞ്ഞാൽ കുതിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന പന്തയ കുതിര. സാധാരണ കുതിരയെ പോലെയല്ല, നല്ല മസിൽ, ദൃഢമായ മസിലുകളുള്ള കുതിര. അതിനെങ്ങനെ താലോചിക്കാം, അതിനെങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിയ്യത്ത് വെക്കണ്ട, കുതിരയെ എങ്ങനെ മസാജ് ചെയ്താൽ അല്ലെങ്കിൽ കുതിരയെ താലോലിച്ചാൽ, കുതിരയെ പരിശീലിപ്പിച്ചാൽ ഇബാദത്തിന്റെ കൂലി എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് സുലൈമാൻ നബി താലോലിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദ്. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ ഔ ദിക്രി റബ്ബി. നിസ്കാരത്തിന്റെ സമയം തെറ്റിയേ, കുതിരയെ താലോലിച്ചു പോയി. മൃഗബലി ഒരിക്കലും ഇസ്ലാമിന്റെ മാത്രമല്ല, എല്ലാ കാലങ്ങളിലും ബലി കർമ്മമുണ്ടായിരുന്നുവെന്ന് ഖുർആൻ. അത് ചരിത്രമാണ്. കാളിദാസന്റെ ഒരു പ്രധാന കുറിപ്പ് ഗൂഗിൾ നോക്കിക്കോ. 11:30 മണിക്ക് നോക്കിയ ആ സമയത്തുണ്ടായിരുന്നു, 12 മണിക്ക് ഉണ്ടായിരുന്നു. ഗൂഗിൾ നോക്കൂ. പ്രശസ്തനായ എഴുത്തുകാരനാണല്ലോ കാളിദാസൻ. വേണ്ട, നേപ്പാളിലെ ഒരു പ്രധാന ആചാരമുണ്ട്. ഗൂഗിൾ എടുത്തു നോക്കൂ. ലോകത്തെ ഇന്ന് അവശേഷിക്കുന്ന ഏക ഹിന്ദു രാജ്യമാണല്ലോ നേപ്പാൾ. നേപ്പാളിലുണ്ട്, ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നേപ്പാളിന്റെ ബരിയപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഒരു ഉത്സവം നടക്കുന്നുണ്ട്. 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്നു എന്നാണ് നേപ്പാളിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അതേക്കുറിച്ച് പറയുന്നത്. 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ആ ഉത്സവം നേപ്പാളിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഗാധിമായി എന്ന ഹിന്ദു ദൈവത്തെ പ്രീതിപ്പെടുത്താനായി 2.5 ലക്ഷത്തോളം വരുന്ന മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ചടങ്ങാണ് ആ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് കുറച്ച് പക്ഷി മൃഗാതിഥികളെ ബലിയർപ്പിച്ചുകൊണ്ടാണ്. ആദ്യം ബലിയർപ്പിക്കാൻ കൊണ്ടുവരപ്പെടുന്നത് 2 എലികളെയാണ്. എലിയും ഹൈന്ദവ പുരാണത്തിലെ ദേവന്മാരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാൻ ആ ഭാഗത്തെ കടന്നു വരുന്നില്ല.
2 എലികളെ ആദ്യം അറുക്കും, പിന്നീട് 2 പ്രാവുകൾ, പിന്നെ ഒരു പന്നി, പിന്നെ ഒരാട്, അവസാനം ഒരു പൂവൻകോഴിയിലാണ് ഈ ബലിയർപ്പണങ്ങൾ. 2.5 ലക്ഷം മൃഗങ്ങൾ തീരുന്നതിൽ അവസാനത്തെ മൃഗം അല്ലെങ്കിൽ അവസാനത്തെ ജീവി ഒരു പൂവൻകോഴിയാണ്. അങ്ങനെ ഓരോ ബലി കഴിയുമ്പോഴും അവിടെ വിളിച്ചു പറയപ്പെടുന്നത് ഗാദ്യമായി നീണാൾ വാഴട്ടെ, ഇങ്ങനെ എല്ലാവരും വിളിച്ചു പറയും. നമ്മൾ അല്ലാഹു അക്ബർ പറയും പോലെ അവർക്ക് പറയാൻ അവർ കണ്ടെത്തിയ ആ ശൈലിയിൽ അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. അതിനുശേഷം ചുവന്ന പട്ട് തലയിൽ ചുറ്റിയ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട 250ഓളം ആളുകൾ വന്നിട്ട് കുക്രി കത്തികൾ എന്ന് പറയുന്ന ഒരു കത്തിയുണ്ട്. ആ കത്തി ഉപയോഗിച്ച ഈ മൃഗങ്ങളെ അറുക്കാം. ആ കത്തി തന്നെ അതിന് ഉപയോഗിക്കാം. ഇത് ആചാരാണ്. ഇത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല. എരുമയും പോത്തും പിന്നെ ഹിന്ദുമതവും എന്ന ടൈറ്റിലിൽ കാളിദാസൻ എഴുതിയ കുറിപ്പ് ഇപ്പോഴും ഗൂഗിളിലുണ്ട്. മറ്റു പലരും ഈ ആചാരത്തെ ഗൂഗിളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ബലി അർക്കൽ ഇസ്ലാമിന്റെ മാത്രം ശൈലിയല്ല. എല്ലാ സമൂഹത്തിലും ബലിയർപ്പണം ഉണ്ടായിട്ടുണ്ട്. ഓരോന്നും ഓരോ കാലഘട്ടത്തിൽ, ആദ്യ മനുഷ്യന്റെ കാലഘട്ടത്തിൽ പോലും ഉണ്ടെന്ന് ഖുർആൻ. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മക്കളുടെ ഇടയിൽ ഒരു തർക്ക പരിഹാരത്തിന് നിർദ്ദേശിച്ചത് വഹീന്റെ പിൻബലത്തോടുകൂടെ ബലിയർപ്പണമാണ്. ആ ബലിയർപ്പണത്തിൽ ഖാബീലിൻ്റെത് തിരസ്കരിക്കപ്പെടുകയും ഹാബീലിൻ്റെത് സ്വീകരിക്കപ്പെടുകയും ചെയ്തപ്പോ അതിൽ വന്ന അസൂയയിൽ നിന്നാണ് പിന്നീട് ആ കൊലപാതകം കലാശിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. അത്രത്തോളം ആദ്യത്തെ ബലി പോലും മനുഷ്യോൽപത്തിയുടെ ചരിത്രത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ ഇസ്രായേലി സമൂഹത്തിന്റെ ബലി ഖുർആൻ. ജൂത സമൂഹത്തിനും ബലിയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ ബലി അർപ്പണത്തിന് അന്ന് സമർപ്പിക്കപ്പെട്ട പശുക്കുട്ടിയുടെ കഥ പറഞ്ഞോടത്ത് ആ അധ്യായത്തിന് പോലും ബലി അർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ പേര് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറ. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ. അല്ലാഹു കൽപ്പിച്ചു ഇസ്രായേലികളോട് അൻ തദ്ബഹു ബഖറ. അല്ലാഹു കൽപ്പിച്ചതാ പശുവിനെ അറുക്കാൻ. ഖുർആന്റെ ആയത്ത് അങ്ങനെ കേട്ടോ. പശുവിനെ അർക്കൂന്ന പറഞ്ഞത്. അർക്കണ്ടെന്ന് ഞാൻ ആരും പറഞ്ഞിട്ടും കാര്യമില്ല, പഠിച്ചത് പറഞ്ഞതാ. പശുവിനെ അറുക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. ഈ ആയത്ത് സകലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ അധ്യായത്തിന് പോലും അൽ ബഖറ എന്ന പേര് വന്നിട്ടുള്ളത്. ഈ രീതിയിൽ ചിന്തിച്ചാൽ ഉൽഹിയത്ത് കർമ്മം യുക്തിക്കപ്പുറമാ. അള്ളാഹുവിന്റെ ദീനിൽ മൃഗത്തോട് കാണിച്ച സ്നേഹത്തെ ന്യായീകരിക്കാൻ നമ്മുടെ വാക്കുകൾ പോരാ മുസ്ലിമേ, നമ്മുടെ ഭാവനക്കപ്പുറത്താ മുസ്ലിമേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൃഗസ്നേഹത്തിൽ എത്ര കണ്ട് മുന്നിൽ നിൽക്കുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ആട് വന്നിട്ട്, ആടെന്ന് പറഞ്ഞാൽ ഒരു മാൻപേടയെ പോലെ സാമ്യമുള്ള ഒരു കൊമ്പൊക്കെ അങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന ഒരാട്, ലബി എന്ന് പറയുന്നത്. ലബി, അറേബ്യൻ ഉപദ്വീപിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലബീനെ സംരക്ഷിച്ച് ഭരണാധികാരികൾ അവരുടെ പേര് ആ ലബീനെ സംരക്ഷിച്ചവൻ എന്ന രീതിയിലേക്ക് ഒരു ഇസ്ലാമിക സംസ്കാരത്തെ കൊണ്ടുവന്നു. അബൂ ലബി എന്ന നാടാണ് പിന്നീട് അബൂദാബി ആയത്. ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന രാഷ്ട്രപിതാവ് ഈ മൃഗത്തെ സംരക്ഷിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പേര് പിന്നീട് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു ലബീന്റെ വാപ്പ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സംരക്ഷിച്ച ഒരു മൃഗമാണ് ലബി. വസ്തജാറത് യാ ഹബീബി ഇൻദകൽ ലബിയുൻ നുഫൂറു. ലബി വന്ന ഭയം പ്രാപിച്ച ആ ഭയകേന്ദ്രമേ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ലബീന്റെ പേരിൽ ഒരു രാജ്യം തന്നെ, അബൂ ലബി, അബൂദാബി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉലഹിയത്ത് ന്യായങ്ങൾക്കും
യുക്തികൾക്കും അപ്പുറം ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. അൻ സയ്യിദ് ഇബ്നു അർഖം, ഞാൻ അവസാനിപ്പിക്കുന്നു. അൻ സയ്യിദ് ഇബ്നു അർഖം ഖാല സ്വഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അല്ലാഹ, നബിയെ എന്താണ് ഉളുഹിയത്തിന്റെ യുക്തി? ഖാല സുന്നത്തു അബീകും ഇബ്രാഹിം, മകനെ അറുക്കുന്നതിന്റെ പകരം, മകനെയാണ് അറുക്കാൻ പറഞ്ഞെങ്കിൽ അറുക്കണ്ടവന്ന് ആ നിയമത്തിൽ ആ നിയമം അല്ലാഹു ലളിതമാക്കി മൃഗത്തിലേക്ക് കൊടുത്തു. ആ ഒരു വാത്സല്യം, ഒരു കുട്ടിയോടുള്ള വാത്സല്യം. ഉളുഹിയത്ത് മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, ഉളുഹിയത്ത് മൃഗത്തെ സ്നേഹിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ പിതാവിന്റെ ചര്യയാണ്, ആചാരമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഹൃദയത്തിൽ ഈമാനോടുകൂടെ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. നബിയെ, ഉളുഹിയത്ത് അറുത്താൽ കിട്ടുന്ന പ്രതിഫലം ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്. ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസനാ, ഓരോ രോമത്തിനും വലിയ കൂലി, പറയാൻ കഴിയില്ല. അവാജ്യം, അതുല്യം. സയ്യിദുനാ റസൂലുള്ളാഹി. ഇബ്നു മാജ തങ്ങൾ, ഇമാം അഹ്മദ് അവരുടെയൊക്കെ സുനനുകളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഉളുഹിയത്തിനോടൊപ്പം സഞ്ചരിക്കാൻ, ഈമാനോടുകൂടെ ഉളുഹിയത്ത് കർമ്മത്തിൽ പ്രവേശിച്ച് ഇബ്രാഹിമി മില്ലത്തിന്റെ ഇത്തിബാഇന്റെ പരിപൂർണതയിൽ നമ്മുടെ ജീവിതത്തെ എത്തിക്കാനുള്ള ഭാഗ്യം, അതൊരു ഭാഗ്യ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങളിൽ നീ ഖലീഫയാവണേ അല്ലാഹ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി ഇറങ്ങി തിരിച്ചവർക്ക് നീ അമലുകൾ എളുപ്പമാക്കു അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് നാളെ പുറപ്പെടുന്ന സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ, നീ ആഫിയത്ത് നൽകൂ അല്ലാഹ്, സ്വീകാര്യത നൽകണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ, അവരുടെ എല്ലാം ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, റഹ്മാനായ തമ്പുരാനെ, ദറസ് പഠനത്തിന് വേണ്ടി പോകുന്ന മകന് വേണ്ടി അല്ലാഹുവേ റബ്ബേ, നാഫിയായ ഇൽമു കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ മക്കളുടെയും പഠനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കിട്ടാനുള്ള പണം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചു. അല്ലാഹുവേ, അർഹതപ്പെട്ട മുതലുകൾ കിട്ടേണ്ട പലരുമുണ്ട്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞവർ, അവരുടെ അർഹതപ്പെട്ട ഹഖായ മുതൽ നീ വൈകാതെ കയ്യിലെത്തിക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം കുറി കിട്ടിയ സഹോദരൻ പള്ളിക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. റഹ്മാനായ തമ്പുരാനെ, അത് നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഈ വർഷത്തെ ഉളുഹിയത്ത് കർമ്മത്തിന് വേണ്ടി തയ്യാറായവർക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അങ്ങനെ തയ്യാറാകേണ്ട അർഹത ഉള്ളവർക്ക് അത് നീ തോന്നിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഉളുഹിയത്തിന്റെ കാവൽ ഞങ്ങളിലും കുടുംബത്തിലും നാടുകളിലും നാട്ടുകാരിലും സമൂഹത്തിലും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന അവസ്ഥയെ പരിപാലിക്കുന്ന ഒരു ഭരണസമിതി ഞങ്ങളുടെ രാജ്യത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ജബ്ബാർ സാഹിബിന് വേണ്ടി ദുആ ചെയ്യാൻ കുടുംബം പള്ളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. റബ്ബേ, ആ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രിയപ്പെട്ട അലിയാർ സാഹിബിന് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച അമലുകൾക്ക് ഇരട്ടി 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 എന്ന പ്രതിഫല പ്രവാഹം ആ ഖബറിലേക്ക് എത്തണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, അദ്ദേഹത്തിന്റെ സേവനങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആകസ്മിക മരണങ്ങളാ വേർപാടിൽ വേദനിക്കുന്ന മനസ്സുകൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്.
പലപ്പോഴായി ഞങ്ങളിൽ നിന്ന് മരിച്ചവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. അവസാനം നന്നാക്കി തരണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.